നമസ്കാരം യെസ്. ഇത് നിഫ്റ്റി ചാർട്ട് അനലൈസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതൊരു 4 ഹവേഴ്സിൻ്റെയും 1 ഹവേഴ്സിൻ്റെയും 50 മിനിറ്റ്സിൻ്റെ ചാർട്ടിൻ്റെ ട്രെൻഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 ഹവേഴ്സ് ഒരു സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ 4 ഹവേഴ്സിൻ്റെ മെയിൻ ട്രെൻഡ് എടുക്കുന്നു. അതിന് അനലൈസ് ചെയ്യുന്ന എന്താണ് ട്രെൻഡ് എന്നുള്ളത്. ആ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സിസ്റ്റം എടുക്കുന്നതാണ്. അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തതാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 4 ഹവേഴ്സ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നൊരു സിസ്റ്റമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത് കാണിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് 4 ഹവേഴ്സിൻ്റെ ചാർട്ടാണ്. 4 ഹവേഴ്സിൻ്റെ ട്രെൻഡ് അവിടെ ബ്രേക്ക് ആവുന്നു, ഡൗൺ ട്രെൻഡിലോട്ട് പോകുന്നതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം താഴത്തെ ലൈനും കൂടെ അവിടെ സപ്പോർട്ട് ചെയ്ത് അവിടെ തിരിച്ച് അപ്പ് ട്രെൻഡിലോട്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നതാണ്. തിരിച്ച് വീണ്ടും 4 ഹവേഴ്സ് എവിടെ നിന്നാണ് ട്രെൻഡ് ബ്രേക്ക് ആയത് ആ ട്രെൻഡിലോട്ടാണ് തിരിച്ച് ഇപ്പോൾ ടച്ച് ചെയ്തിരിക്കുന്ന ലൈവ് മാർക്കറ്റ്, പ്രസൻറ്റ് മാർക്കറ്റ്. ഒരു കമ്പാരിസനാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 1 ഹവറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെയിം ലെവൽ നമുക്ക് കാണാൻ പറ്റും. 1 ഹവറിലാണ് ഇപ്പോൾ മാർക്കറ്റ് അതിനെ കൺവേർട്ട് ചെയ്തു. ദെൻ സെയിം തന്നെ 50 മിനിറ്റ്സിലോട്ട്. അപ്പോൾ 50 മിനിറ്റ്സും അപ്പ് ട്രെൻഡിലോട്ട് തന്നെ ആ സെയിം പൊസിഷനിലെത്തിയിരിക്കുകയാണ്. ഇതിന് 5 മിനിറ്റ്സിലോട്ടും ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തതേ ഉള്ളൂ. മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ നമ്മൾ 1 ഹവറും 15 മിനിറ്റ്സും 5 മിനിറ്റ്സിൽ ആക്ഷനും കൺസിഡർ ചെയ്യാം. നമുക്ക് ഒരു പൊസിഷനിലാണെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ 4 ഹവേഴ്സിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് സെയിം 1 ഹവറിലും 50 മിനിറ്റ്സിലും ബേസ് ചെയ്തുകൊണ്ട് എടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ്സിലോട്ട് വരുമ്പോൾ ഈ ലെവലിലാണ് ഇപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നത്തെ ഓപ്പൺ ആയതും ക്ലോസ് ആയതും ലെവൽ ഏകദേശം ഇങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു അനാലിസിസ്, ഒരു സ്റ്റഡിയാണ്. നമ്മളെങ്ങനെയാണ് പൊസിഷൻ എടുക്കുക എന്നുള്ളത് 4 ഹവേഴ്സിനെയും 1 ഹവറിനെയും 50 മിനിറ്റ്സിനെയും ബേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന സിസ്റ്റം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ബേസിക്കായിട്ട് ഇതാണ് അതിൻ്റെ ട്രെൻഡ് ഞാൻ നേരത്തെ കാണിച്ചു. അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണ് അത് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്തിരിക്കുന്നതാണ്. അതനുസരിച്ച് ഇന്നത്തെ വരുന്ന ട്രേഡുകളാണ്. ഇന്ന് രാവിലത്തെ സെൽ ഇൻഡിക്കേഷനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺഫർമേഷൻസ് ഉണ്ട്. ഓരോ കൺഫർമേഷനും അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നത്. ഇതെല്ലാം ഈ 4 ഹവേഴ്സിനും 1 ഹവേഴ്സിൻ്റെയും ട്രെൻഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേഷൻ വരുന്നത്. ഒരു 5 മിനിറ്റ്സിലോട്ട് നമ്മളതൊക്കെ ഫൈനലി കൺവേർട്ട് ചെയ്ത് നമ്മളത് ആക്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫൈനൽ കൺഫർമേഷൻ എടുക്കുന്നു. കൺഫർമേഷൻ 2 രീതിയിൽ കൺഫർമേഷൻ എടുക്കുന്നു. ഫസ്റ്റ് കൺഫർമേഷനിൽ നമുക്ക് ആക്ട് ചെയ്യാം. ദെൻ അഗെയിൻ സെക്കൻഡ് കൺഫർമേഷനായിട്ട് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇന്ന് വന്നിരിക്കുന്ന അടുത്ത ട്രേഡാണ്. അടുത്ത ട്രേഡ് ബൈ ഇനീഷ്യേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് 2 ട്രേഡാണ് ഇനീഷ്യേറ്റ് ചെയ്തത്. ഇതെല്ലാം 4 ഹവേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. 4 ഹവേഴ്സിനെയും 1 ഹവറിനെയും 50 മിനിറ്റ്സിൻ്റെ ട്രെൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് ട്രേഡിംഗ് സെറ്റപ്പ് ആണ്. ജസ്റ്റ് ഒരു അനലൈസ് ചെയ്തൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തെന്ന് മാത്രം. എങ്ങനെയാണ് നമ്മൾ ഫോം എടുത്തിരിക്കുന്ന എൻട്രീസ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്ന അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്തുകൊണ്ട് പറയുന്നത്. 4 ഹവേഴ്സ് 1 ഹവർ 50 മിനിറ്റ്സ് ദെൻ ഫൈനലി 5 മിനിറ്റ്സിൻ്റെ കൺഫർമേഷൻ. ഓക്കെ, താങ്ക് യു.